തന്നെ ഒരു കാറ് ബ്രാൻഡ് ന്യൂ കാറ് അച്ചീവ് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ എന്ത് ചെയ്യാം സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നിരവധി ആളുകൾ ഇന്ന് ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് നിരവധി ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ നമുക്കറിയാൻ പറ്റും, പണ്ട് നമ്മുടെ ഈ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും നെറ്റ് ചുളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുക എന്താ, അതെന്തോ ഒരു പണിയില്ലാത്ത ആളുകൾ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, പൊട്ടും പൊളിയും എന്നുള്ള ഇങ്ങനെ നിരവധി കാര്യങ്ങൾ എന്ത് ചെയ്യാണ് പല ആളുകൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യം വളരെ ഡിഫറെന്റ് ആണ്. ചിന്തിച്ചു നോക്കുക. കാരണം ഇപ്പോ എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചാൽ നമ്മളെപ്പോലുള്ള ആളുകളൊന്നല്ല, വീട്ടമ്മമാരും അതുപോലെ തന്നെ ഞാനൊരു കാർപ്പൻ മേഖലയിൽ നിന്നാണ് വന്നത്. കാർപ്പൻസും അതുപോലെ തന്നെ എന്നെ ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നത് ഒരു ബീഫിന്റെ മേഖലയിൽ ഇറച്ചിപ്പണിക്കാരനാണ്. അതുപോലെ തന്നെ ഈ ഇറച്ചിപ്പണിക്കാരന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കാർപ്പൻറ്ററും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് മിത്തും അതായത് നമ്മുടെ ഇരുമ്പ് പണിക്കാരനും ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്നത്തെ ഒരു കാലഘട്ടം എടുത്ത് നോക്കുമ്പോ ഇന്ന് വാസ്തവത്തിൽ നമ്മളെയൊക്കെ എന്ത് ചെയ്യാണ് അതിശയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, യങ്ങസ്റ്റ്, അതുപോലെ തന്നെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നിലവിൽ പ്രൊഫഷണൽ ആയിട്ട് എന്തെങ്കിലും മേഖല ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ആ ഒരു മേഖലയൊക്കെ മാറ്റിവെച്ച് ഇന്ന് ഈ ഒരു ബിസിനസ് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു രീതിയിലേക്ക് ഈ ഒരു ബിസിനസിന്റെ സാധ്യത വളർന്നു. അത് മാത്രമല്ല ഈ ഒരു ബിസിനസിന്റെ എന്താ പറയാ ഇതിന്റെ ഒരു ക്വാളിറ്റി അത്രത്തോളം എന്ത് ചെയ്തു മാറി എന്നുള്ളതാണ്. ആളുകളുടെ ഇടയിൽ എന്ത് ചെയ്തു ഒരുപാട് വലിയ രീതിയിലുള്ള ഒരു പിക്ചർ ഈ ഒരു ബിസിനസ്സിന് വന്നു തുടങ്ങി. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് എംപ്ലോയ്മെന്റുള്ള ആളുകളൊക്കെ തന്നെ ജീവിതത്തിൽ പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുക. എംപ്ലോയ്മെന്റുള്ള ആളുകൾക്കൊന്നും വേണ്ട രീതിയിൽ ലൈഫിനെ കരിപിടിപ്പിക്കാൻ അല്ലെങ്കിൽ ആ ലൈഫിനെ സെറ്റ് ആക്കാൻ എന്ത് ചെയ്യുക സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വളരെ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്നും വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഈ ഒരു ബിസിനസിനെ കുറിച്ച് വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തതും അല്ലെങ്കിൽ ഇതിന് ആവശ്യമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റാത്തതും ചിന്തിക്കാത്തതും ഒക്കെ. ഇപ്പൊ നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്ന നമ്മുടെ ഒരു വിപണന സമ്പ്രദായം ഉണ്ടല്ലോ, ഇന്നും ആളുകൾ ആ ഒരു അതായത് നമ്മുടെ മുൻകാലങ്ങളിലെ പരിചയങ്ങളും അനുഭവങ്ങളും വെച്ചിട്ട് തന്നെയാണ് ഇന്നും എന്ത് ചെയ്യണം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഈ ഒരു ബിസിനസിന്റെ സാധ്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ആണ്. നമ്മുടെ ഒരു മൈൻഡ് സെറ്റിന് വരുന്ന മാറ്റമാണ് ഈ ഒരു ബിസിനസിന്റെ പ്രധാന വിജയം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ മുമ്പത്തെ അനുഭവങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ മുമ്പ് എന്താണോ നമ്മൾ ചെയ്തിരുന്ന മേഖല, ആ മേഖലയിലെ അതേ ഒരു കാഴ്ചപ്പാടോട് കൂടി ഈ ഒരു ബിസിനസിനെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ബിസിനസ് വലിയ രീതിയിലുള്ള ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇവിടെ ഒരു കൾച്ചറും കൂടെ രൂപപ്പെടുന്നു, ഒരു സ്വഭാവ രൂപീകരണം കൂടെ എന്ത് ചെയ്യാണ് ഈ ഒരു ബിസിനസ്സിലൂടെ രൂപപ്പെടുന്നു. ഇപ്പൊ മുമ്പത്തെ നമ്മുടെ ജീവിതാനുഭവങ്ങളും അല്ലെങ്കിൽ മുമ്പുള്ള നമ്മുടെ അനുഭവങ്ങളും പരിചയ സമ്പത്തൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതൊക്കെ നമ്മുടെ മാത്രം കഴിവിലും അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പ്രേരണ മൂലവും നമ്മൾ മാത്രം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ആ രീതിയിലാണ് നമ്മുടെ ജീവിതം കെട്ടിപ്പടുത്തിട്ടുള്ളത്. ഇന്ന് സ്വന്തം എന്ത് ചെയ്യാണ് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്താൽ സ്വന്തം ആവശ്യങ്ങൾക്ക് മീൻസ് അതായത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യില്ല, നമ്മുടെ സമയമോ നമ്മുടെ അറിവോ കഴിവോ ഒന്നും എന്ത് ചെയ്യില്ല നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറ്റാരുടെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ് നമ്മുടെ കുറെ നമ്മുടെ ക്വാളിറ്റി കഴിവ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം മറ്റാർക്കോ വേണ്ടിയിട്ട് നമ്മൾ പണയം വെച്ച് അല്ലെങ്കിൽ മറ്റാർക്കോ വേണ്ടി കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം നമ്മൾ ജീവിച്ചിട്ടുള്ളത്. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ വരുമ്പോ നമുക്കറിയാൻ പറ്റും നമ്മുടെ ചിന്താഗതിയിൽ വരുന്ന മാറ്റങ്ങളും അതായത് നിരവധി കാര്യങ്ങൾ എന്ത് ചെയ്യാണ് നമുക്ക് നിരവധി ചിന്ത നമ്മുടെ മുമ്പുള്ള ഒരുപാട് ചിന്തകൾ പ്രവൃത്തികൾ ഒക്കെ എന്ത് ചെയ്യാണ് വലിയ ഡിഫറെന്റ് ആയിട്ട് എന്ത് ചെയ്യുക ഈ ബിസിനസ്സിൽ വരുമ്പോൾ നമുക്ക് മാറണം. കാരണം ഇവിടെ ഇപ്പൊ ഞാനൊരു കാർപ്പൻ മേഖലയിൽ നിന്ന് വരുന്ന സമയത്ത് ആ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാഴ്ചപ്പാടുകളും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളായിട്ടുള്ള ബന്ധങ്ങളും കണക്ഷനും പിന്നെ എന്റെ ഫ്രീ ടൈം ഞാൻ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളിൽ എന്ത് ചെയ്യാണ് അതിൽ എൻഗേജ്ഡ് ആയിരുന്നു. പക്ഷെ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നപ്പോ ഇവിടെ എനിക്ക് വലിയ രീതിയിലുള്ള ഒരു എന്താ പറയാ ഈ ഒരു ബിസിനസ്സിൽ എന്നെ പിടിച്ചു നിർത്താൻ സാധിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഈ ഒരു ബിസിനസ്സിലൂടെ ചെറിയ സമയം കൊണ്ട് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളും വലിയ വലിയ പൊസിഷൻ മാറ്റിവെച്ച് ഇന്ന് ഈ ഒരു ബിസിനസ് സീരിയസ് ആയി ഏറ്റെടുത്ത് ഈ ഒരു ബിസിനസ്സിലൂടെ എന്ത് ചെയ്യാണ് നിരവധി നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളെ കാണാൻ പറ്റി.
രണ്ടാമത്തത്, നമ്മൾ മുമ്പ് പഠിച്ചതും അറിഞ്ഞതും അല്ല, അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും അറിയാനും ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്താഗതി എന്ത് ചെയ്തു, എന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് പിടിച്ചു നിർത്തി. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. വരാൻ നമുക്ക് എന്താണോ പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ എന്ന് പറഞ്ഞ പോലെ അഗർബത്തിയുടെ പരസ്യത്തിൽ പറയണ്ടല്ലോ, പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ പല ആളുകൾക്കും പല കാരണങ്ങളാവും ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ പഴയ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ തന്നെ നിൽക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. പക്ഷെ ഇതിൽ വന്ന് നമ്മൾ ആദ്യം മാറേണ്ടത് നമ്മുടെ ഈ ഒരു മൈൻഡ് സെറ്റും അതുപോലെ തന്നെ നമ്മുടെ ഒരു കൾച്ചറുമാണ്. കാരണം നമ്മളെ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരേ രീതിയിൽ എന്ത് ചെയ്യാം മുന്നോട്ട് പോകുന്ന ഒരു വലിയൊരു കൂട്ടം ആളുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വലിയ രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇപ്പോ അറിയാലോ, ഒരുപാട് ആളുകൾ, പുതിയ ആളുകൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തുടക്കത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ബിസിനസ്സിൻ്റെതായ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കി മനസ്സിലാക്കി കണ്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ബിസിനസ് നമുക്ക് വലിയ രീതിയിലുള്ള ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുക. പല ആളുകളും ഈ ബിസിനസ്സിന്റെ തുടക്കത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു എംപ്ലോയ്മെന്റോട് കൂടിയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വരിക. മിക്കവാറും ആളുകളൊക്കെ എംപ്ലോയ്മെന്റോട് കൂടിയാണ് എന്ത് ചെയ്യണത്, ബിസിനസ്സിൽ വരുന്നതും ബിസിനസ്സിനെ നോക്കിക്കാണുന്നതും. എന്താണ് എംപ്ലോയ്മെന്റിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്ത് ചെയ്യും, ലാഭം കാണും. അതുപോലെ തന്നെ എല്ലാം അളന്നു തൂക്കി കണക്കാക്കും. അതായത് നമ്മുടെ സമയം, ഇത്ര സമയം ഞാൻ അത് ചെയ്തു, പക്ഷെ റിസൾട്ട് ഇതാണ്. ഇത്ര മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്തു, പക്ഷെ റിസൾട്ട് ഇതാണ്. ഇങ്ങനെ കുറെ സംഭവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവും. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ബിസിനസിന്റെ ഒരു നേച്ചർ, ഒരു സ്വഭാവം എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. തുടക്കത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ബിസിനസ്സിൽ വലിയ രീതിയിലുള്ള ഒരു ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ കുറച്ച് സമയം നമുക്ക് ഇതിന് പഠിക്കാനുള്ളൊരു ഒരു സമയം വേണം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ എന്തൊരു വസ്തു ആണെങ്കിലും, ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് ഒരു ഐസ് ട്യൂബ് എടുക്കാം. ഐസ് ട്യൂബ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു പ്രതലത്തിൽ വെച്ചാൽ ആ ഐസ് ട്യൂബിന്റെ പതുക്കെ അലിഞ്ഞ് അതില്ലാതെയാവാൻ ഒരു സമയമുണ്ട് അല്ലെ, അല്ലെങ്കിൽ ആ പ്രതലത്തിൽ എന്ത് ചെയ്യാണ്, അത് അലിഞ്ഞു ചേരാൻ ഒരു സമയമുണ്ട്. എന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഈ ഒരു ബിസിനസ്സുമായി നമ്മളൊന്ന് ഇഴുകി ചേരാനുള്ള ഒരു സമയം അത് നമുക്ക് എന്തുണ്ട്, നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വേണം. പലപ്പോഴും ആളുകൾ അത് ചിന്തിക്കില്ല. കാരണം വരുന്ന സമയത്ത് തന്നെ നമ്മളെ ലീഡർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആരാണോ ഈ ബിസിനസ്സിലേക്ക് ഒരു വ്യക്തി ഇൻവൈറ്റ് ചെയ്തത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളെ ഓർഗ് 1 ഓർഗ് 2 രണ്ട് ഓർഗനൈസേഷനിലും ഈ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്യാൻ പറ്റിയ ആളുകൾ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വലിയ രീതിയിലുള്ള ഇൻകം ഉണ്ടാക്കാൻ പറ്റും. വീക്കിലി 2,10,000 വരെ കമ്പനി വരുമാനമായിട്ട് തരും എന്ന് പറഞ്ഞിട്ടുണ്ടാകും. സ്വാഭാവികമായിട്ടും ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആളുകൾ ആദ്യം തന്നെ ചിന്തിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്റെ രണ്ട് ഭാഗത്തും ആളുകൾ വന്നാൽ എനിക്ക് വരുമാനം കിട്ടും. ഈ ഒരു കാഴ്ചപ്പാടിൽ എന്ത് ചെയ്യും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ ഈ ഒരു കാഴ്ചപ്പാടാണ് ബിസിനസ് വേണ്ടതും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു ബിസിനസ്സിലേക്ക് തുടക്കത്തിൽ വരുന്ന ആളുകളെ നമ്മൾ അതിന്റെ തുടക്കത്തിൽ നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ എന്താ പറയാ, അതായത് ക്വാളിറ്റി അല്ല നമ്മൾ നോക്കേണ്ടത്, ക്വാണ്ടിറ്റി ആണ്. അതായത് അതെന്താണ് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇപ്പൊ ഈ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ബിസിനസിനെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള സംവിധാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കറിയാൻ പറ്റും നിരവധി പ്രോഗ്രാംസുകൾ നമുക്ക് നടക്കുന്നുണ്ട്. ഇപ്പൊ GTS, BOP, അതുപോലെ തന്നെ ടീം മീറ്റിംഗ്, അതുപോലെ തന്നെ NDOs, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. RTP പോലുള്ള നിരവധി പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഈ പ്രോഗ്രാംസിനൊക്കെ ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. കാരണം ഇതാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യണത്, നമ്മളൊരു ബിസിനസ്സുകാരനാക്കി മാറ്റാനുള്ള ട്രെയിനിങ്സുകൾ. അപ്പൊ ആദ്യം നമ്മൾ വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രോഗ്രാമുകൾ തുടർച്ചയായിട്ട് ഒരു 10 ദിവസം എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ ഒരു പ്രോഗ്രാമിലൂടെ മാത്രമാണ് നമുക്ക് ഈ ഒരു ബിസിനസിനെ കുറിച്ച് പഠിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, ഇന്ന് എന്ത് ചെയ്യുക, യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു പാഠ്യവിഷയമായിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ഈ ഒരു ബിസിനസിന്റെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാറിക്കഴിഞ്ഞു. ഡയറക്ട് സെല്ലിംഗ്, അതായത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്നൊക്കെ പറഞ്ഞ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു പാഠ്യവിഷയം തന്നെ ഉണ്ട്. കാരണം ഇപ്പൊ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അതിന്റെ ഒരു മാറ്റം നമുക്ക് പ്രകടമായിട്ട് നമ്മൾ ബിസിനസ്സിൽ കാണാനുണ്ട്. അതായത് പല ആളുകളും ഇന്ന് ഈ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യാണ്, പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചിറങ്ങി വരുന്നു. എന്നാൽ നമ്മളൊക്കെ കടന്നു വരുന്ന സമയത്ത് ഇന്ന് ഭൂരിഭാഗം ആളുകളും ഈ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ അവരിതുപോലെ ഈ ബിസിനസിനെ കുറിച്ച് പഠിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ അല്ല വരുന്നത്. ആരുടെങ്കിലും പ്രേരണ മൂലോ അല്ലെങ്കിൽ അവരുടെ ആവശ്യപ്രകാരം എന്തെങ്കിലുമൊക്കെ ഉൽപ്പന്നങ്ങളുടെ ആകൃഷ്ടരായിട്ടോ, അതല്ലെങ്കിൽ ഇതിൽ ഏണിങ്സ് ഉണ്ടാക്കാം എന്നുള്ള ബോധ്യത്തിൽ തന്നെ ഒക്കെ ആയിരിക്കും കടന്നു വരിക. പക്ഷെ ഈ വരുന്ന സമയത്ത്
വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ വലിയ ഏണിങ്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ക്വിക്ക് മണി ബിസിനസ്, അതായത് പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാം എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയൊക്കെ പല ആൾക്കാരും ഈ ബിസിനസ് സമീപിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ബിസിനസ്സിലേക്ക് നമുക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിസിനസ് അല്ല. കാരണം ഇവിടെ നമ്മൾ വളരെ പഠിച്ച് മനസ്സിലാക്കി വളരെ എന്ത് ചെയ്യുക, പ്രാധാന്യത്തോടു കൂടി ഈ ബിസിനസിനെ കണ്ടാൽ മാത്രമാണ് നമുക്കിതിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ നമ്മളെ GTS പങ്കെടുത്ത ആളുകൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഒരു ഗ്രേറ്റ് ലീഡർ, അതായത് ബ്രാൻഡ് ന്യൂ CTC നമ്മളെ മുഫീസ് സാർ, കണ്ണൂർ ജില്ലക്കാരനാണ്. അദ്ദേഹം കഴിഞ്ഞ GTS പങ്കെടുത്തു. അദ്ദേഹം വളരെ കൂളായിട്ട് എന്താ പറയാ, ഒരു പക്ക പ്രൊഫഷണൽ ആയിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ഈ ബിസിനസിന്റെ തുടക്കത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. അതുപോലെ തന്നെ ഇതിന് എങ്ങനെയാണ് നമുക്ക് ഏത് രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെയാണ് ബിസിനസിന് സാധ്യത എന്താന്നുള്ളത് അദ്ദേഹം വളരെ കൂളായിട്ട് നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. അപ്പൊ ആ രീതിയിൽ തന്നെ തുടക്കത്തിൽ വരുമ്പോൾ നമ്മൾ ഇതേപോലുള്ള പ്രോഗ്രാംസുകൾ നിരന്തരം അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ബിസിനസിന്റെ സാധ്യതയെ കുറിച്ച് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ പല ആളുകളും അതിന് തയ്യാറാവാറില്ല. ഒന്നോ രണ്ടോ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതോട് കൂടി എനിക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ടു എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് ഫീൽഡിൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും, അന്ന് ആ സമയത്ത് കാണുന്ന ആളുകൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് അവർ പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും അതില് നമ്മൾ കാണുന്ന ആൾക്കാർ ആ തുടക്ക സമയത്ത് ചിലപ്പോൾ പല ആളുകൾക്കും എന്ത് ചെയ്യില്ല, ഈ ബിസിനസ് വേണ്ട രീതിയിൽ നമ്മൾ പറയുന്നത് അവർക്ക് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ അവർക്ക് കൺവിൻസിങ് ആവാത്തതിന്റെ ഒക്കെ കാരണം കൊണ്ട് എന്ത് ചെയ്യും, പല ആളുകളും ഒരുപക്ഷെ ഈ ബിസിനസ്സിലേക്ക് വന്നോണമെന്നില്ല. പക്ഷെ അവിടെ പല ആൾക്കാരും നിരാശപ്പെടും. തുടക്കക്കാരെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഇത് അനുഭവം ഉണ്ടാവും, പല ആളുകൾക്കും ഉണ്ടാവും, എക്സ്പെഷ്യലി എനിക്കും അനുഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ആദ്യം കാണുന്ന ആളുകളൊക്കെ തന്നെ, നമ്മൾ തുടക്കത്തിൽ കുറച്ച് ആളുകളെ നമ്മൾ എന്തായാലും ഈ ഒരു ബിസിനസ് കാണിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ നമുക്കിത് പഠിക്കാനുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. കാരണം ഈ ആളുകളൊന്നും ബിസിനസ്സിലേക്ക് ഒരു പക്ഷെ വന്നിട്ടില്ലെങ്കിലും നമുക്ക് ഈ ബിസിനസ് ഒരാളോട് പ്രസന്റ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ടൂളായിട്ട് തന്നെ ഈ പറയുന്ന ആളുകളെ കാണണം. തുടക്കക്കാരെ അങ്ങനെ കാണണം. നമുക്ക് വലിയ ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ ഫ്യൂച്ചർ മനസ്സിലാക്കിയ ആളുകളാണെങ്കിൽ ഇതുപോലുള്ള സാഹചര്യങ്ങളൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല, അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള നെഗറ്റീവ്സും ഫീൽ ചെയ്യില്ല. നേരെ മറിച്ച് ഒരു എംപ്ലോയ് മൈൻഡിലാണ് നമ്മൾ ഈ ഒരു ബിസിനസിനെ കാണുന്നതെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾ നമ്മളോട് ഈ ബിസിനസിനെ കുറിച്ച് നെഗറ്റീവ് സംസാരിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടി സംസാരിക്കുന്ന ആളുകൾ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് അതോടുകൂടി നമ്മളെ ചാർജ് ചെയ്യും. ഈ ബിസിനസിനെ കുറിച്ച് നമ്മളൊരു അടിവര ഇടും, എന്താണ്, ഇത് നടക്കൂല. പക്ഷെ എന്നാൽ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഇത് പഠിക്കാൻ, ഞാൻ ഇനിയും വളരാനുണ്ട്, പഠിക്കാനുണ്ട്, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവാനുണ്ട്, ഞാൻ എൻ്റെ അപ്ലയൻസിന്റെ കൂടെ എന്ത് ചെയ്യാണ്, വളരെ ശക്തമായി നിന്ന് പ്രവർത്തിക്കണം. അതുപോലെ തന്നെയാണ് എല്ലാ പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്യണം. പ്രോഗ്രാമിലൂടെയാണ് എനിക്ക് പുതിയ അറിവുകൾ നേടാൻ പറ്റുക എന്നുള്ള ഈ ഒരു കാഴ്ചപ്പാടുകളോട് കൂടി നമ്മൾ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ യാതൊരു രീതിയിലുള്ള ടെൻഷനോ പ്രശ്നങ്ങളോ ഇല്ലാതെ തന്നെ വലിയൊരു ടീമിനെ നമുക്ക് എന്ത് ചെയ്യാം, ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ തുടക്കക്കാരെ സംബന്ധിച്ച് ഈ ഒരു ബിസിനസ് പറയുമ്പോൾ എന്റെ ടീമിൽ നമ്പർ ഇല്ല, അല്ലെങ്കിൽ എന്റെ കൂടെ ആളുകളില്ല എന്നുള്ള ഒരു പ്രയാസം പല ആളുകൾക്കും തുടക്കത്തിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണല്ലോ, കാരണം നമ്മൾ ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ള ആളുകൾ ഒരു ടീം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കാം. നമ്മൾ തന്നെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, നമുക്ക് ടീം ഉണ്ടാവില്ല. അപ്പോ നമ്മളുണ്ടോ എന്നുള്ളത് ആദ്യം നമ്മൾ വിലയിരുത്തേണ്ടത്. ഇന്ന് പല ആൾക്കാരും ബിസിനസ്സിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ്സിലുണ്ട്, ബട്ട് അവരെന്ത് ചെയ്യാണ്, മറ്റുള്ള പല ആക്ടിവിറ്റികൾക്കും പ്രാധാന്യം കൊടുക്കുകയാണ് എന്ന രീതിയിലായ ഒരിക്കലും നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല. നമ്മൾ ഇതിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ എന്തായാലും ഇന്ന് പ്രത്യേകിച്ച് മൈ ലൈഫിൽ ഒരു ഐഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എന്തായാലും ITC ആവും. കാരണം ആ രീതിയിലേക്ക് എന്ത് ചെയ്യാണ്, നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് നമ്മുടെ ബിസിനസ്സിന് വളരെയധികം പ്രത്യേകത ഉണ്ട്. കാരണം നമുക്ക് ഈ ക്യാരി ഫോർവേഡിങ് സിസ്റ്റം, നമുക്ക് ഈ എടുത്തു വെച്ചിട്ടുള്ള ബിസിനസ് ക്യാരി ഫോർവേഡിങ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു സമയത്ത് ചെയ്ത ബിസിനസ് നമുക്ക് എന്ത് ചെയ്യാം, ലോങ് ടൈം നമുക്ക് അതിന്റെ ബിസിനസ് ടേൺ ഓവർ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. മറ്റുള്ള കമ്പനികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു മാസം അവരെന്ത് ചെയ്യാണ്, ആ മാസത്തെ ടേൺ ഓവർ മാച്ച് ചെയ്താൽ, അല്ലെങ്കിൽ വന്നിട്ടുള്ള ഒളിയം മാച്ച് ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു ടേൺ ഓവർ വാഷ് ഔട്ട് ആക്കി അടുത്ത മാസം വീണ്ടും സീറോന്ന് ബിസിനസ് ചെയ്യേണ്ട രീതിയിലേക്കാണ് കാര്യങ്ങൾ പോണത്. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ക്യാരി ഫോർവേഡിങ് സിസ്റ്റം ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബിസിനസ്സിൽ വന്നാൽ മതി,
നമുക്ക് ഒരു ബിസിനസ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ ബിസിനസ് കയറുന്നുണ്ടായിരിക്കും. പല ആൾക്കാരും ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ തന്നെ പറയാറുണ്ട്, സാറേ എന്റെ വൺ സൈഡ് എന്ത് ചെയ്യാണ് നല്ല രീതിയിൽ ബിസിനസ് പോകുന്നുണ്ട്, ഒരു വൺ സൈഡ് എന്ത് ചെയ്യാണ് ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പല ആൾക്കാരും പറയാറുണ്ട്. വൺ സൈഡ് നമുക്ക് ബിസിനസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് എന്ത് ചെയ്യണം, നമ്മുടെ കൂടെയുള്ള അപ്ലയൻസ് ലീഡേഴ്സിനോട് നമ്മൾ വലിയ രീതിയിൽ നന്ദി രേഖപ്പെടുത്തണം. കാരണം എന്താ, അദ്ദേഹത്തിന്റെ ഒരു ഓർഗനൈസേഷനിലാണ് ഈ ബിസിനസ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വളരെ ശക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും. ഇനി നമ്മുടെ കഴിവിലാണ് ബിസിനസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഓർഗനൈസേഷനും ഒരേ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് വളർത്താൻ സാധിക്കും. കാരണം അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ബിസിനസിന്റെ യഥാർത്ഥ രൂപം നമ്മൾ ആദ്യം തുടക്കക്കാരായിട്ടുള്ള ആളുകളൊന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് ലോങ് ടൈം ഈ ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. നമ്മൾ ഇതിന്റെ തുടക്കത്തിലുള്ള ഏണിങ്സോ അല്ലെങ്കിൽ തുടക്കത്തിലുള്ള കാര്യങ്ങളല്ല നമുക്ക് നമ്മുടെ ഒരു ഡ്രീം. കാരണം നമുക്ക് ഇതിന്റെ വലിയ ഫ്യൂച്ചർ, ഭാവിയിൽ എന്താണ് നമ്മൾ നേടാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ബിസിനസ്സിലൂടെ വലിയ രീതിയിൽ മുന്നോട്ട് പോകാനും ലോങ് ടൈം യാതൊരു രീതിയിലുള്ള ടെൻഷനോ പ്രശ്നങ്ങളോ ഇല്ലാതെ ബിസിനസ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇതിപ്പോ ഓരോ ആളുകളും ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ചുള്ള അറിവുകളോ കാഴ്ചപ്പാടുകളോ ഒന്നും ഇല്ലാതെ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആളുകളായിരിക്കും. ഈ ആളുകൾക്കൊക്കെ തന്നെ അവരുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത് ഒരു സെറ്റ് ചെയ്യാനും നമുക്ക് ഇതുപോലുള്ള പ്രോഗ്രാമുകളിലൂടെ നമുക്ക് സാധിക്കും. ഇന്ന് ഒട്ടുമിക്ക ആളുകളും ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം അവരുടേതായ രീതിയിലുള്ള ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് അതാണ് എന്ത് ചെയ്യണം ബിസിനസ് കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മൾക്ക് വേണ്ടത് നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ഞാൻ ഇന്നലെ നമ്മളെ ടീമിന്റെ ഒരു മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു, എന്താണ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കറണ്ട് പോലെയാണ്. കാരണം എന്താ, കറണ്ട് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ അനുഭവിക്കാൻ പറ്റും അല്ലെ. ഇപ്പൊ ഒരു പ്ലഗിൽ എന്ത് ചെയ്യാ, രണ്ട് വയർ കുത്തി നമ്മൾ അത് സ്വിച്ച് നമ്മൾ എന്ത് ചെയ്യുക, വയറിന്റെ തലക്കാണ് പിടിച്ചാൽ നമുക്കറിയാം എന്താണ് കറണ്ട് എന്നുള്ളത്. അതുപോലെയാണ് നമ്മുടെ സിസ്റ്റം. സിസ്റ്റം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇപ്പൊ ഇന്ന് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമുക്കൊരു സിസ്റ്റമാണ്. കാരണം ഇന്ന് നമുക്ക് ഈ ഐപ്ലേയേഴ്സ് മീറ്റ് നമ്മളൊരു സിസ്റ്റമാണ്. കാരണം ഈ ഒരു ബിസിനസ്സിന് വേണ്ടുന്ന ഒരു സിസ്റ്റമാണ്, ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആണ് ശരിക്ക് നമ്മുടെ ഈ ഐപ്ലേയേഴ്സ്. ഇപ്പൊ പുതുതായിട്ട് വന്ന ആളുകൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട്, എല്ലാവർക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ഈ കൂടുതൽ അറിവുകൾ നേടാനും അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്താൻ, നോട്ട് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഗ്രാമിലൂടെ സാധിക്കും. നിരവധി ലീഡേഴ്സ് പല എക്സ്പീരിയൻസ്, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ എക്സ്പീരിയൻസ് നൽകാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ ഒരു സൂം, അതുപോലെ തന്നെ നമ്മുടെ ഐപ്ലേയേഴ്സ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിലൂടെയാണ് നമുക്ക് പല രീതിയിലുള്ള അറിവുകളും നമുക്ക് നേടാൻ പറ്റുക. ഇപ്പൊ GTS ഇപ്പൊ നമുക്കറിയാൻ പറ്റും, ഓരോ GTSനും പുതിയ ആളുകൾ, പുതിയ ലീഡേഴ്സ് പല സ്ഥലങ്ങളിലും GTS നടക്കുന്നു. ഓരോ സ്ഥലങ്ങളിലും പുതിയ ലീഡേഴ്സ് അവരുടെ വർഷങ്ങളോളമുള്ള എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഇന്ന് നമ്മളെ ഉള്ളിലൊക്കെ നമുക്ക് തോന്നേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കയറേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ബിലീഫാണ്, വിശ്വാസം. കാരണം ഈ ഒരു ബിസിനസ്സിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നേടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം, അതായത് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഫിനാൻഷ്യലി നമുക്കൊരു വലിയൊരു ഫ്രീഡം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ഉൽപ്പന്നങ്ങളിൽ വലിയ രീതിയിലുള്ള നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യാണ് ഒരു പരിഹാരം നമ്മുടെ ഉൽപ്പന്നമാണ് എന്നുള്ള ഇങ്ങനെയുള്ള കുറെ വിശ്വാസങ്ങൾ, ആ ഒരു വിശ്വാസം നമുക്ക് ഉള്ളിൽ കയറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രോഗ്രാംസുകളെ നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ. അപ്പൊ എല്ലാവരും പ്രോഗ്രാമിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു ബിസിനസ്സിൽ വളരെ പെട്ടെന്ന് വിജയിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ഇന്ന് പല ആൾക്കാരും ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യും, ഫീൽഡിൽ ശക്തമായിട്ട് ഫീൽഡിലുണ്ടാവും. അത് എന്ത് ചെയ്യാ, പ്ലാൻ കൊടുക്കുന്നുണ്ടായിരിക്കും, മീറ്റിംഗ്സ് എടുക്കുന്നുണ്ടായിരിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നിരവധി ആളുകൾ എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പൊ നമുക്കൊരു വ്യക്തിക്ക് ഒരു 50 കിലോ ഭാരം നമുക്ക് എന്ത് ചെയ്യാം, ഒരു 50 കിലോ ഭാരം എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു 50 കിലോ അതെന്ത് ചെയ്യണം, ഒരു 100 കിലോ ആണ് അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എടുക്കാനുള്ള ഇതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കൂല, അദ്ദേഹം തളർന്നു വീഴും. അപ്പൊ ആ രീതിയിലാണ് ഈ ഒരു ബിസിനസ്സിലും. കാരണം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, പെട്ടെന്ന് വളരും. ഓർഗനൈസേഷൻ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ബിസിനസ്സിലേക്ക് ഇറങ്ങി നമ്മൾ അപ്ലയൻസും എല്ലാവരും കൂടെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഓർഗനൈസേഷൻ വളരും. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് ബിസിനസ് കൊടുക്കുകയാണ്, നമ്മുടെ ടീമിൽ ഒരുപാട് നമ്പർ വരും, നമ്മുടെ ഓർഗനൈസേഷൻ വളർന്നുകൊണ്ടിരിക്കും.
ആ ഒരു സമയത്ത് അതിനനുസരിച്ച് ആ ഓർഗനൈസേഷൻ മുന്നോട്ട് നയിക്കുന്ന നമ്മൾ വളർന്നിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ 50 കിലോ വെയിറ്റ് എടുക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യാണ് 100 കിലോ വെയിറ്റ് എടുത്ത ഒരു സ്ഥിതിയിലേക്ക് വരും. കാരണം ആ ഓർഗനൈസേഷൻ വളരുന്ന സമയത്ത് അതിനനുസരിച്ച് നമ്മളും വളരാൻ ശ്രമിക്കണം. നമ്മൾ വളർന്നിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ഭാരം നമുക്ക് അനുഭവപ്പെടും. ഒരുപാട് നമ്പേഴ്സ് ടീമിൽ വരും. ഈ നമ്പേഴ്സിന് എന്ത് ചെയ്യാം, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കാതെ വരും. കാരണം എന്താ, നമുക്ക് വേണ്ട രീതിയിലുള്ള ഈ ഒരു ബിസിനസ്സിലുള്ള നോളജോ കാര്യങ്ങളോ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ വേണ്ട രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ബിസിനസ് മൂവ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ പ്രോഗ്രാംസ് ട്രെയിനിങ്സ് നമ്മൾ കുറെ എന്ത് ചെയ്യാണ് നമ്മൾ ഒഴിവാക്കി. അതുകൊണ്ട് നമുക്ക് ആവശ്യമായ നോളജ് നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടിയില്ല. അപ്പൊ കൂടെ വന്ന ആളുകളെ നല്ല നോളജ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് സാധിക്കുന്നില്ല. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ടീമിൽ നിന്ന് എന്ത് ചെയ്യും, പല ആളുകളും പല ആശയങ്ങളും പറയും. പിന്നെ അത് മാത്രമല്ല, സിസ്റ്റമാറ്റിക് ആയിട്ടും ലീഡേഴ്സിന്റെ ഒരു ഗൈഡ് ലൈൻസിലും അല്ലാതെ ബിസിനസ്സിലോട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ താഴെ നമ്മുടെ കൂടുന്ന പുതിയ ആളുകൾ പറയുന്ന അഭിപ്രായങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ലീഡേഴ്സും അതിന്റെ കൂടെ നിൽക്കും. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഈ തുടങ്ങിയത് വേറൊന്നും അവസാനിക്കുന്നത് മറ്റൊന്നിലും ആയിരിക്കും. രണ്ടും ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അതിനുള്ള കുറെ പ്രോസസ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ NDOs കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, പല ലീഡേഴ്സ് ചെയ്യാറുണ്ട്. നമ്മൾ തുടങ്ങുന്നതല്ല എന്ത് ചെയ്യുക, ഒരു 4-5 ആൾക്കാർ കൈമറിഞ്ഞ് വരുമ്പോഴേക്കും എന്ത് ചെയ്യും, അത് വളരെ ഒരു വേറൊരു സംഭവമായിട്ട് മാറും. അങ്ങനെയുള്ള പ്രോസസ്സുകൾക്ക് എന്ത് ചെയ്യാൻ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യും, തുടക്കത്തിൽ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ലീഡേഴ്സിന്റെ കൂടെ നിന്ന് എന്താണ് ഈ ബിസിനസ് എന്നുള്ളതും അതുപോലെ തന്നെ ഇതിന്റെ സിസ്റ്റം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതും എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നോക്കി മനസ്സിലാക്കി അതിനുശേഷം പതുക്കെ നമ്മൾ ഫീൽഡിൽ ഇറങ്ങി ഇത് പഠിച്ചതിന് ശേഷം, പഠിക്കുക മീൻസ് ഇരുന്ന് പഠിക്കാനോ എഴുതി പഠിക്കാനോ എന്തില്ല, നമുക്ക് ഇതിന് അതിനുള്ള ഒരു സാഹചര്യം ഇല്ല. ഇവിടെ നമ്മൾ പഠിക്കാനുള്ള ഒരേ ഒരു സംവിധാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാംസ് ആണ്. അപ്പൊ എല്ലാ പ്രോഗ്രാംസിലും എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും പങ്കെടുക്കുക. ഈ ഒരു ബിസിനസ്സിലൂടെ വലിയ ഒരു നേട്ടം അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫ്യൂച്ചർ, നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ലൈഫിന്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോഗ്രാംസ് ബന്ധപ്പെട്ട് ആ പ്രോഗ്രാംസിലൂടെ മാത്രമാണ് നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ വളരാനും സാധിക്കുള്ളൂ, പഠിക്കാനും വളരാനും സാധിക്കുള്ളൂ. ആ രീതിയിൽ ചെയ്താൽ നമുക്ക് എത്ര നമ്പർ, എത്ര നമ്മളെ ഓർഗനൈസേഷനിൽ എത്ര ആളുകൾ കടന്നു വന്നാലും ആ ആളുകൾക്ക് കറക്റ്റ് ആയ രീതിയിൽ അവരെ ഗൈഡ് ലൈൻസ് കൊടുത്ത് അവരെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ടാവും. അത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റുള്ള വ്യത്യസ്തമായ ഒരു ലീഡർ എന്നുള്ള ഒരു പദവിയിലേക്ക് നമ്മൾ മാറ്റുന്നത്. എന്താണ് ലീഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ആളുകളെ ലീഡ് ചെയ്യാൻ കഴിയണം, മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അറിവും കഴിവും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ലീഡറാണ്. ഇന്നിവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ലീഡറാണ്. പ്രത്യേകിച്ച് എന്ത് ചെയ്യില്ല, നമുക്കതിന് പഠിക്കാനോ കാര്യങ്ങൾക്കോ ഇല്ല. നിങ്ങൾ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മളെ സിസ്റ്റത്തിനും അതുപോലെ തന്നെ അപ്ലൈൻസിനും അതുപോലെ നമ്മളെ പ്രോഗ്രാംസിനും ഈ ഒരു കാര്യങ്ങൾക്ക് നമ്മൾ വളരെ പ്രാധാന്യം കൊടുത്ത് അതിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ വളരെ ശക്തമായ ഒരു ടീമിനെ നമുക്ക് ചെറിയ സമയം കൊണ്ട് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇന്ന് നമുക്ക് നെറ്റ്വർക്കിന്റെ പവർ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഇപ്പൊ നമുക്കറിയാം എന്താണ് ലോകത്തിൽ മൊത്തം നടന്ന ഈ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സമയം അധ്വാനം കൂട്ടുക എന്നുള്ളതാണ്. അതായത് മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ഒരു സിസ്റ്റമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇന്ന് വരുമാനം നമ്മുടെയൊക്കെ സമ്പാദ്യം കൂട്ടുന്നത്. ആ ഒരു രീതിയിലേക്ക് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ഒരുമിച്ച് നിർത്താൻ ആകെയുള്ള ഒരു സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സിസ്റ്റത്തിന്റെ പവറാണ്. ഏതൊരു മേഖലയാണെങ്കിലും അത് ഒരു സിസ്റ്റത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്രയും ആളുകളെ ഒന്നിച്ച് നിർത്താൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്കറിയാൻ പറ്റും, ഇപ്പൊ ഏതെങ്കിലും ഒരു ഉത്സവമോ അല്ലെങ്കിൽ പൊതു പ്രോഗ്രാമോ നടക്കുമ്പോൾ നമുക്കറിയാം ധാരാളം ആളുകൾ കൂടുന്ന ഒരു മൈതാനത്ത് ആയിരക്കണക്കിന് ആളുകൾ കൂടുന്നുണ്ടെങ്കിൽ ആ ആളുകളെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യാണ്, വളരെ ചുരുക്കം പോലീസുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ 1000കണക്കിന് ആളുകൾ കൂടുന്നിടത്താണ് ഒരു 10-20 അല്ലെങ്കിൽ ഒരു 100 പോലീസുകാരുണ്ടാവുക. കാരണം എന്താ, ആ പോലീസുകാരെ സംബന്ധിച്ച് ഒരു സിസ്റ്റമാണ്, ഒരൊറ്റ ചിന്താഗതിയും ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് ആ പോലീസുകാരുള്ളത്. എന്നാൽ നമുക്കറിയാം അവിടെ കൂടിയിട്ടുള്ള ജനങ്ങൾ, മൈതാനം നിറച്ച ആളുകൾ ഉണ്ടെങ്കിൽ പോലും അവരെല്ലാം പല കാഴ്ചപ്പാടോടുകൂടി വന്നതാണ്. അവർ ഒരേ സിസ്റ്റത്തിലല്ല, അവര് പല ആളുകളും പല കാഴ്ചപ്പാടിലുള്ള ആളുകളാണ്. അത് തീർച്ചയായിട്ടും എന്തൊരു ഒരു വിഷയം വന്നാലും ഇവരെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങളിലൂടെ വ്യത്യസ്ത ദിശയിലേക്ക് എന്ത് ചെയ്യും, മാറും. എന്നാൽ ഈ പറയുന്ന പോലീസുകാർ അങ്ങനെയല്ല, അവര് ഒരൊറ്റ അഭിപ്രായങ്ങളും ഒരൊറ്റ പ്രവൃത്തി മാത്രമാണ് അവരുടെ കയ്യിലുണ്ടാവുക എന്ന രീതിയിലാണ് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ നമ്മളൊരു ടീമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഈ ഒരു സിസ്റ്റത്തെ മുറുകെ പിടിച്ച് നമ്മൾ അതിന്റെ കൂടെ പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് വലിയ രീതിയിൽ ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനും മുന്നോട്ട് നയിക്കാനും സാധിക്കുള്ളൂ. ഇപ്പൊ
തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം, നിങ്ങളുടെ ലീഡേഴ്സ്, നമ്മുടെയൊക്കെ ലീഡേഴ്സ് എന്ത് ചെയ്യും, നിരവധി കാര്യങ്ങൾ നമുക്ക് ഓരോ കാര്യങ്ങളും അതാത് സമയങ്ങളിൽ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരും. പക്ഷെ പലപ്പോഴും നമ്മളത് കേൾക്കും, പക്ഷെ എന്ത് ചെയ്യില്ല, വേണ്ട രീതിയിൽ അത് പ്രവർത്തിക്കൂല. കേട്ടുപോവുക എന്നുള്ള ഒരു ശീലമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ 100% ഒരു അപ്ലയൻസ് ലീഡേഴ്സിനോടും സിസ്റ്റത്തോടും സബ്മിറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ്, അടിയറവ് പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ബിസിനസ്സിൽ ലോങ് ടൈം വിജയിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. കാരണം നമ്മളതായുള്ള ഐഡിയകളും കാര്യങ്ങളും വെച്ച് നമ്മൾ ഈ ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടീമിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അതായത് ആൾക്കൂട്ടം എന്തില്ല നമ്മളെ വിജയിപ്പിക്കില്ല. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മളൊരു ഇവിടുന്ന് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്നത് വണ്ടൂരാണ്. ഇവിടെ വാണിയമ്പലത്ത് നിന്നിപ്പോ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിൻ പോവാ. ആ ട്രെയിനിൽ ഇവിടുന്ന് എന്ത് ചെയ്യും, പല ആളുകളും കയറും. പക്ഷെ അവരൊക്കെ എന്ത് ചെയ്യും, ഓരോ സ്റ്റോപ്പിലെത്തി ഇറങ്ങി പോകും. അതായത് പല സ്റ്റേഷനുകളിൽ ഇറങ്ങും. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യുക, തിരുവനന്തപുരത്തേക്ക് കറക്റ്റ് ആ ട്രെയിൻ എത്തുന്ന സ്ഥലത്തേക്ക് എത്തുക. ബാക്കിയുള്ള ആളുകളൊക്കെ അതിന്റെ ഇടയ്ക്ക് പല സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും, നിർത്തി ഇറങ്ങിപ്പോകും. എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലും. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പല ആളുകളും എന്ത് ചെയ്യുക, ട്രെയിനിൽ കയറും. എന്ന രീതിയിൽ തന്നെയാണ് നമ്മളെ ബിസിനസ്. നമ്മൾ ഇന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പല ആളുകളും ബിസിനസ്സിലേക്ക് കടന്നു വരും. പല ആളുകളും അതിന്റെ യഥാർത്ഥ സ്റ്റേഷനിൽ, അല്ലെങ്കിൽ എവിടെയാണോ എത്തേണ്ടത് ആ സ്ഥലത്ത് എത്താൻ പല ആൾക്കാരും വെയിറ്റ് ചെയ്യാറില്ല. അതിനിടയ്ക്ക് എന്ത് ചെയ്യും, പല കാരണങ്ങൾ പറഞ്ഞ് പല സ്റ്റേഷനുകളായിട്ട് ഇറങ്ങി പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളെ കൂടെ ലാസ്റ്റ് ടൈം നമ്മൾ പോകുമ്പോ നമ്മൾ എത്തുന്ന അതേ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ അതേ സ്ഥലങ്ങളിലേക്ക് എത്തുന്ന കുറച്ച് ആളുകൾ മാത്രം നമ്മളെ കൂടെ ഉണ്ടാവും. ഇതാണ് ഈ ഒരു ബിസിനസിന്റെ രീതി. എന്നാൽ പുതിയ ആളുകൾ എന്ത് ചെയ്യും, പുതിയ ആളുകൾ കടന്നു വരും. പുതിയ ആളുകൾ പുതിയ സ്റ്റേഷനിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ പുതിയ ആളുകൾ പുതിയ സമയത്ത് ബിസിനസ്സിലേക്ക് കടന്നു വരും. ഇങ്ങനെ നിരവധി ആളുകൾ പല സമയങ്ങളിലായിട്ട് നമ്മൾ ബിസിനസ്സിലേക്ക് വരുന്നു. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാണ്, നമുക്ക് ഈ ആളുകളൊക്കെ ഒരേ കാഴ്ചപ്പാടോ കൂടി ഒരേ ദിശയിൽ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു പ്രോഗ്രാംസും സിസ്റ്റം തന്നെയാണ്. അതുപോലെ എഡിഫിക്കേഷൻ നമുക്ക് വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു ഘടകമാണ്. ഇന്ന് നമുക്കറിയാൻ പറ്റുന്ന പല ആൾക്കാരും ഇപ്പൊ പുതുതായിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്ത് ഇന്ന് ഈ ഒരു മീറ്റിംഗ് കേൾക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും, നമ്മൾ ഓരോ വ്യക്തികളും നമ്മളെ ലീഡേഴ്സിനെ മറ്റൊരാൾക്ക് ഈ ഒരു അവസരം പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ലീഡേഴ്സിനെ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് പല ആളുകളും വേണ്ട രീതിയിൽ ആ ലീഡേഴ്സിനെ ആ വ്യക്തിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് വേണ്ട റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കാറില്ല. പലപ്പോഴും ആളുകൾ എന്ത് പറയും, ഇത് സാറേ ഇതിന്റെ സുഹൃത്താണ്, പറഞ്ഞോളൂ എന്ന് പറയും. ആ രീതിയിലൊക്കെ എന്ത് ചെയ്യാണ്, വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ലീഡേഴ്സിനോട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ആവശ്യപ്പെടും. ഇങ്ങനെ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും സാധാരണ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ആ കേൾക്കുന്ന വ്യക്തിക്ക് ആ ഒരു ഫീൽ ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ലാഘവത്തോടു കൂടി എടുക്കും. എന്നാൽ നിങ്ങൾ ആ പുതിയ ആളുകൾ നമ്മളൊരു ലീഡേഴ്സിനെ ഒരാളെ മുന്നിൽ, ഒരു പ്രോസ്പെക്റ്റിന് മുന്നിലേക്ക് ബിസിനസ് പരിചയപ്പെടുത്താൻ കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഒരു ലീഡറുടെ ക്വാളിറ്റിയും അതുപോലെ ഈ ലീഡറുടെ എക്സ്പീരിയൻസും ഇദ്ദേഹം ഇന്ന് അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും എന്താണ് അദ്ദേഹം ഈ ഒരു ബിസിനസ്സിലൂടെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് എന്നുള്ളതും ഒക്കെ എന്ത് ചെയ്യുക, ആ വ്യക്തിക്ക് ഒന്ന് വളരെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആ കേൾക്കുന്ന വ്യക്തി ഈ ഒരു ലീഡർ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുകയും അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് സീരിയസ് ആയിട്ട് കടന്നു വരികയും ചെയ്യും. അങ്ങനെ കുറച്ച് സിമ്പിൾ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു ഓർഗനൈസേഷനെ ബിൽഡ് ചെയ്ത് വലിയ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വലിയ രീതിയിൽ എന്ത് ചെയ്യാം, ഒരു ഏണിങ്സ് ഉണ്ടാക്കാനും ലൈഫിനെ മാറ്റിമറിക്കാനും നമുക്ക് സാധിക്കും. ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ഒരു നല്ല ജീവിത രീതി, അല്ലെങ്കിൽ ഇന്ന് നിലവിലെ സാഹചര്യത്തെക്കാൾ നല്ല മെച്ചപ്പെട്ട ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ പല ആളുകളുടെയും ആഗ്രഹങ്ങളായിട്ട് മാത്രം അവസാനിക്കുകയാണ്. കാരണം ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് പല ആളുകൾക്കും ഒരു ധാരണയില്ല, അല്ലെങ്കിൽ അവര് ആ ഒരു മാറ്റം വരുത്തുന്നില്ല എന്നുള്ളതാണ്. എത്രയോ ആളുകളുണ്ട്. ഇപ്പോ നമ്മുടെ ഒരു ഗ്രേറ്റ് ലീഡർ പറഞ്ഞിരുന്നു, അതായത് എഴുതപ്പെടാത്ത രചിക്കപ്പെടാത്ത കഥകളും ഇന്ന് സെമിത്തേരിയിലാണ്. കാരണം എത്രയോ ആളുകൾ ഈ ഒരു ഭൂമിയിൽ ജീവിച്ച് അവരുടെ പൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മുഴുവൻ പൊട്ടൻഷ്യലും ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ കഴിവിന്റെ 1/4 പോലും ഈ ഭൂമിയിൽ ഉപയോഗിക്കാതെ എന്ത് ചെയ്യാണ്, ഈ ഭൂമി വിട്ടുപോയ ആൾക്കാരുണ്ട്.
അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുള്ള നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിൽ നമുക്കറിയാൻ പറ്റും നമ്മൾ കൊണ്ട് മാറ്റം വരുത്താവുന്ന ഒരുപാട് അതായത് മാറ്റങ്ങൾ നമുക്കുണ്ട്. അതായത് നമ്മൾ വിചാരിച്ചാൽ മാറ്റാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ ഈ ഭൂമിയുടെ ഏതെങ്കിലും അറ്റത്തിരുന്ന് കാണുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ കേൾക്കുന്ന ആളുകളായിരിക്കും. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഈ ഒരു ജന്മത്തിൽ എന്ത് ചെയ്യില്ല, നമ്മൾ പരസ്പരം കണ്ടുമുട്ടാൻ പോലും സാഹചര്യമില്ലാത്ത ആളുകളായിരിക്കാം ഒരു പക്ഷെ നമ്മളെ ഒന്നിപ്പിച്ച് നിർത്തിയത് എന്താണ്? ഈ ഒരു ബിസിനസിന്റെ ഒരു എന്താ പറയാ, ഈ ഒരു ബിസിനസിന്റെ ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസിന്റെ സാധ്യതയാണ്. ഇന്ന് എത്രയോ ആളുകൾ ഇന്ന് പല സ്ഥലങ്ങളിലിരുന്ന് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് ഇതുപോലെ ഒന്നിച്ചിട്ട് കാണാനും സംസാരിക്കാനും സാധിക്കുന്നെങ്കിൽ ഈ ഒരു ബിസിനസിന്റെ ക്വാളിറ്റിയാണ്. ചിന്തിച്ചു നോക്കുക, സാധ്യതയാണ്. ഇതൊന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഒറ്റയ്ക്കാണ് കടന്നു വരുന്നത്, അല്ലെ? ഇപ്പൊ ഇന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ വരുന്ന സമയത്ത് ഒറ്റയ്ക്കാണ്. നമ്മൾ ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മൾ മാറാൻ പോവാ. കാരണം ഇന്ന് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുൻപ് കാർപ്പറ്റ് മേഖലയിലായിരുന്നു. അന്ന് ആ രീതിയിലുള്ള ആൾക്കാർ മാത്രമാണ് എനിക്കുള്ള പരിചയം. ഇന്ന് എന്റെ കൂടെ വളരെ പ്രൊഫഷണൽ ആയിട്ട് എന്ത് ചെയ്യാണ് ബിസിനസ് ചെയ്യുന്ന നിരവധി ആളുകൾ കടന്നു വന്നു. വലിയ പൊസിഷനിലുള്ള ആളുകൾ, ജീവിതത്തിൽ സെറ്റിൽ ആയിട്ടുള്ള ആളുകൾ വീണ്ടും എന്ത് ചെയ്യാണ്? ഈ ഒരു ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കി കുറെ ആളുകളിലൂടെ വീണ്ടും, അതായത് കുറെ ആളുകൾക്ക് അദ്ദേഹം മുഖാന്തരം ഒരു എന്ത് ചെയ്യാ, ഒരു വലിയ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ, സ്വന്തം ലൈഫ് സ്റ്റൈൽ സെറ്റിൽ ആണെങ്കിൽ പോലും മറ്റുള്ള ആളുകളെയും കൂടി വിജയിപ്പിക്കാം എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഉറച്ച തീരുമാനം എടുത്ത് ഇന്ന് എന്റെ കൂടെ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇന്ന് എന്റെ കൂടെയുള്ള ഒട്ടുമിക്ക ആളുകളെ എനിക്ക് ഡയറക്റ്റ് ബന്ധമില്ലാത്ത ആളുകളാണ്. അപ്പൊ ഇതില് പുതിയ ആൾക്കാരുണ്ടാവും. പുതിയ ആൾക്കാരെ സംബന്ധിച്ച് പല ആൾക്കാരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, എനിക്ക് ആളുകളെ കിട്ടുമോ, എനിക്ക് ടീം ഉണ്ടാക്കാൻ പറ്റുമോ, എന്റെ ടീമിൽ ആളുകൾ വരുമോ, അങ്ങനെ കുറെ സംശയങ്ങളും അല്ലെങ്കിൽ കുറെ എന്ത് ചെയ്യാ വ്യാകുലതകൾ മനസ്സിലുണ്ടായിരിക്കാം. അതങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, അങ്ങനെ കുറെ സംശയങ്ങളും കുറെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ഇതില് ഭൂരിഭാഗം ആളുകളും നമ്മൾ ഒരു ബന്ധമില്ലാത്ത ആളുകളാണ്. അതായത് എന്തില്ല, ജീവിതത്തിൽ ഒരു സമയത്ത് ഒരുപക്ഷെ ജീവിതയാത്രയിൽ ജീവിതത്തിന്റെ കുത്തിയൊഴുക്കിൽ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തുണ്ടായും കാണുന്നുണ്ടായിരിക്കും. പക്ഷെ എങ്കിലും നിങ്ങൾ ചിന്തിക്കുക, ഈ ഒരു ബിസിനസ്സിൽ വന്ന സമയത്ത് വന്നതുകൊണ്ട്, ഈ ഒരു ബിസിനസ് മഹത്തായ ഈ ഒരു അവസരം നമ്മളെ കയ്യിൽ കിട്ടിയത് കൊണ്ട് ഇന്ന് നമ്മളെല്ലാവരും ഒരു നൂലിൽ കോർത്ത മുത്തുപോലെ ഒരേ ചിന്താഗതിയോടുകൂടി ഒരുമിച്ചിരുന്ന് നമുക്ക് എല്ലാവർക്കും ഇതുപോലെ രാവിലെ കാണാനും അതുപോലെ തന്നെ പല സന്ദർഭങ്ങളിൽ ഒരുമിച്ച് കൂടാനും സന്തോഷിച്ചും എന്ത് ചെയ്യാ ആഹ്ലാദത്തോടു കൂടി നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാനും ജീവിതയാത്ര തുടരാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അവസരം തന്നിട്ടുള്ളത് ഈ ഒരു മഹത്തരമായ ഈ ഒരു ബിസിനസിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇന്ന് പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളുകൾ, നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. നിങ്ങളുടെ കൂടെ നാളെ ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളെ കൂടെ വരും. പക്ഷെ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത്രയും ആളുകൾ വരുമ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓവർ വെയിറ്റ് എടുക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതിനാദ്യം വേണ്ടത് നിങ്ങൾ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു ബിസിനസിനെ കുറിച്ച് മനസ്സിലാക്കുക. ലീഡേഴ്സിന്റെ കൂടെ നിന്ന് വളരെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കേസ് എന്താ വെച്ച് കഴിഞ്ഞാല്, എനിക്ക് മുമ്പ് അനുഭവപ്പെട്ടതും പല ആളുകൾക്കും ഒരുപക്ഷെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതുമായിരിക്കും. നമ്മൾ കാണാൻ കുറച്ച് ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു ലീഡർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യാം, ഒരു ലുക്കൊക്കെ ഉള്ളത് കൊണ്ട് ഈ നമുക്ക് ചില കാര്യങ്ങളൊന്നും ചോദിച്ചറിയാൻ പറ്റില്ല. എങ്ങനെ എന്താ സാറേ അത് അങ്ങനെ, എന്താ ഇങ്ങനെ എന്നുള്ള ചോദിക്കാനുള്ള ഒരു മടി അത് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും, പലപ്പോഴും പല ആളുകളും ഈ ബിസിനസിന്റെ പല കാര്യങ്ങളും അറിയാം എന്നുള്ള ഒരു ധാരണയെ, അല്ലെങ്കിൽ ഒരു മറ്റുള്ളവർക്ക് കാണുമ്പോൾ എന്ത് ചെയ്യും, ഇതൊക്കെ ഇദ്ദേഹത്തിന് അറിയാം, ഇദ്ദേഹം പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര വലിയ ഇത് പൊസിഷനാണെങ്കിലും ഏത് പൊസിഷനിൽ നമ്മൾ വന്നതാണെങ്കിലും നമ്മൾ എത്ര വലിയ ലുക്കിലുള്ള വ്യക്തിയാണെങ്കിലും നമുക്ക് എന്ത് കഴിവുണ്ടെങ്കിലും ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ബിസിനസിന്റെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലീഡേഴ്സിനോട് ചോദിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. അതല്ലെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പല ആളുകൾക്കും ഈ ഓരോ സമയത്തും എന്തായാലും ബിസിനസ് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നിരവധി പൊസിഷൻ റാങ്കുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് മാറും. ഇപ്പൊ ഓരോ റാങ്ക് മാറുമ്പോഴും, ഇപ്പൊ ഒരു ടി സി ആകുമ്പോഴേക്കും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം. പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കൂടെ ഒരു 2, 3, 4, 5 ആളുകൾ എന്ത് ചെയ്യും, ചിലപ്പോ ഒരുപക്ഷെ ബിസിനസ്സിൽ സജീവമായിട്ട് നമ്മളെ കൂടെ ഉണ്ടായിരിക്കാം. അവർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളല്ല, അവർക്ക് അറിയാത്ത എന്തെങ്കിലും
കാര്യങ്ങളെ കുറിച്ച്, ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കത് വേണ്ട രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെ ഒന്ന് നമ്മുടെ ലീഡേഴ്സിനെ നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും. നമ്മൾ അപ്ലയൻസിനെ കണക്ട് ചെയ്യണം. നമ്മൾ എന്ത് കാര്യങ്ങളും ആ രീതിയിൽ തന്നെയാണ് ക്ലിയർ ചെയ്യേണ്ടത്. പക്ഷെ നമ്മളതായ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഒരാൾ ചോദിക്കുന്ന മറുപടിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. രണ്ടാമത്തെ കേസ്, അദ്ദേഹം ATC ആയി, DTC ആയി, പക്ഷെ അദ്ദേഹത്തിന്റെ അറിവ് എന്ത് ചെയ്തില്ല, അദ്ദേഹം ഈ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചോ പറഞ്ഞോ മനസ്സിലാക്കിയില്ല. എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന്റെ റാങ്കും കാര്യങ്ങളും മാറി മാറി വരുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിയൂല. പിന്നെ ടീമിലെ നമ്പർ കൂടി, ടീം എന്ത് ചെയ്യാണ്, ഇദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ ഇദ്ദേഹത്തിനെ ആശ്രയിക്കാൻ തുടങ്ങി. ഈ സമയത്ത് അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ ടെൻഷനും പ്രശ്നങ്ങളുമായി. കാരണം അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ലെവൽ താഴെ പോകും. കാരണം എന്താ, പിന്നീട് അങ്ങോട്ട് ചോദിച്ച് മനസ്സിലാക്കാനും പറ്റില്ല. കാരണം ഇപ്പൊ ഞാനിപ്പോ ഒരു DTC ആണ്, ഇനിയിപ്പോ ഞാനത് ചോദിച്ചാൽ എന്താ അവർ വിചാരിക്കുക, ഇനിയിപ്പോ എനിക്കിത് അറിയില്ല എന്നുള്ളത് ടീമിലുള്ള ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യും, നമ്മളെ കോൺഫിഡൻസ് ലെവൽ താഴെ പോകും. അപ്പൊ അതുകൊണ്ട് എന്ത് കാര്യങ്ങളാണെങ്കിലും ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളോ എന്ത് വിഷയങ്ങളോ ഉണ്ടെങ്കിലും അത് അതാത് സമയങ്ങളിൽ നമുക്ക് വേണ്ടപ്പെട്ട ലീഡേഴ്സിനോട്, എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാം. നമ്മൾ ഏത് പൊസിഷനിലാണെങ്കിലും നമ്മളത് ക്ലിയർ ചെയ്യാം. ഇന്ന് STC എന്ന ലെവലിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വീണ്ടും ലീഡേഴ്സിനോട് ഒപ്പീനിയൻ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ചാണ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആളുകൾക്കുള്ള ഒരു പ്രശ്നം അതാണ്. അപ്പൊ എന്തൊക്കെ നമുക്ക് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ടോ അതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അതിന് എവിടുന്നെല്ലാം ഇത് മനസ്സിലാക്കാനുള്ള സോഴ്സ് ഉണ്ടോ അതൊക്കെ നമ്മൾ കണ്ടെത്തി ആ രീതിയിൽ നമ്മൾ പഠിച്ചു വളർന്നാൽ നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു ടീമിനെ വളരെ നിഷ്പ്രയാസം നമുക്ക് കൈകാര്യം ചെയ്ത് അവർക്ക് വേണ്ട രീതിയിലുള്ള ഗൈഡ് ലൈൻസ് കൊടുത്ത് അവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും, നമ്മൾ വെക്കുന്ന ടാർഗറ്റും അല്ലെങ്കിൽ കമ്പനി ടാർഗറ്റ് ഒന്നും തരുന്നില്ലെങ്കിലും നമ്മൾ ടീം ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ടാർഗറ്റ് കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് ഓരോ വ്യക്തികളുടെയും കറക്റ്റ് ടൈമിന്റെ ഉള്ളിൽ ഇന്ന പൊസിഷനിലേക്ക് ഇന്ന വ്യക്തി എന്നുള്ളത് നമ്മൾ എഴുതി തയ്യാറാക്കി പ്ലാൻ ചെയ്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ പറ്റുമെന്നുള്ളതിൽ യാതൊരു തർക്കമല്ല. കാരണം ഇതിന്റെ ഒരു ഈ ഉത്തമ തെളിവാണ് നമുക്ക് ഇന്ന് നമ്മുടെ മുന്നിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിജയിച്ചിരിക്കുന്ന നിരവധി ലീഡേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് നമ്മുടെ കൂടെ നിരവധി ഹയർ ലീഡേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. അതായത് NTC, CTC, അതുപോലെ RTC നിരവധി ലീഡേഴ്സ് എന്ത് ചെയ്യാണ് നമ്മളെ കൂടെ ഉണ്ട്. അവരൊക്കെ വളരെ അഭിമാനത്തോടു കൂടിയും ആദരവോടു കൂടിയാണ് ഞാൻ കാണുന്നത്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ മുമ്പത്തെ അവസ്ഥകൾ അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക്, അവരെ എന്താ ഫാസ്റ്റ് നമുക്കറിയാൻ പറ്റും. പല ആളുകളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ഈ ഒരു ബിസിനസ്സിൽ വരുന്നതിന് മുൻപ് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ജീവിതത്തിൽ ഇനി അങ്ങോട്ടില്ല, ഇനി ഒരു പച്ചക്കയറുമായ ജീവിതം തീർക്കാമെന്ന് തീരുമാനിച്ച ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് ഇന്ന് നമ്മുടെ CTC ലീഡർ നിഷാന്ത് സാർ. അതായത് ഒരു പച്ചക്കയറുമേ ജീവിതം തീർക്കാം എന്ന് വിചാരിച്ചു വെക്കുക. പക്ഷെ അദ്ദേഹത്തിന് ആ പച്ചക്കയറിന് പകരം മൈ ലൈഫിന്റെ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയപ്പോ അതിലാണ് അദ്ദേഹം ജീവിതം കെട്ടിപ്പടുത്തത്. അതാണുള്ള വ്യത്യാസം. അത് ചിന്തിച്ചു നോക്കുക. അതുപോലെ തന്നെ നമ്മൾ അൽത്താഫ് ജി, അതായത് ഇന്ന് എന്ത് ചെയ്യാ, ഒരുപാട് മേഖലയിൽ വലിയ രീതിയിൽ സഞ്ചരിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവിതത്തിൽ എന്ത് ചെയ്യാണ്, ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് കുടുംബത്തിനെ വിട്ടുനിന്ന കഥകളൊക്കെ, ഉമ്മാനെയൊക്കെ വിട്ടുനിന്ന കഥകളൊക്കെ അൽത്താഫ് സാർ പറയുമ്പോൾ സത്യം പറയാം നമ്മളൊക്കെ ഈ നെഞ്ച് കലങ്ങിപ്പോയി. അത്രത്തോളം എന്ത് ചെയ്യാണ് നമ്മളെ ഉള്ളിലേക്ക് അത് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഇപ്പൊ നമ്മൾ അറിവിന്റെ വലിയൊരു ഭണ്ഡാരം എന്ന് പറയാം. നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഒരു കൂമ്പാര അല്ലെങ്കിൽ അതിന്റെ നമ്മളെ ഇസ്മായിൽ സാർ, ഇങ്ങനെ നിരവധി എല്ലാ ലീഡേഴ്സും, ഞാൻ ഓരോരുത്തരെ പേരെടുത്ത് പറയല്ല, എല്ലാ ലീഡേഴ്സും. അപ്പൊ ഇങ്ങനെ നിരവധി ലീഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇത് സാധാരണക്കാരിയായിട്ട് ഇന്ന് എന്ത് ചെയ്യാണ് ബിസിനസ് വലിയ രീതിയിലുള്ള ഒരു ലെജൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് നമ്മുടെ ആയിഷ മാഡം. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇന്ന് വലിയ രീതിയിൽ ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് നമ്മളെ കൺമുന്നിൽ തെളിയിച്ചു തന്നിട്ടുള്ള ഇത്രയും നല്ലൊരു അവസരത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇനി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി പഠിച്ച് നമ്മളെല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുക, ഒരേ രീതിയിൽ പ്രവർത്തിക്കുക. ഇനി നമുക്ക് വരാനിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അതായത് ഇപ്പൊ നമുക്കറിയാം ജനുവരിയിലൊക്കെ എന്ത് ചെയ്യാണ്, ധാരാളം പ്രോഗ്രാംസ് വരാനുണ്ട്. ഓരോ ടീമിനും പ്രത്യേകം പ്രോഗ്രാംസുകൾ കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പൊ ആ ഒരു പ്രോഗ്രാംസിലേക്കൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നമ്മുടെ എല്ലാവരുടെയും ലൈഫ് മാറാൻ പോവുക. കാരണം 2026 എന്ന് പറയുന്ന ആ ഒരു വർഷം, അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്കൊക്കെ ഇന്ന് കാണുന്ന ആളുകളൊക്കെ തന്നെ
വലിയ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ഒരുപാട് ജീവിത മാറ്റങ്ങളിലേക്ക് നമുക്ക് പോവാൻ സാധിക്കണം. അതിന് ഈ ഒരു ബിസിനസ് അല്ലാതെ മറ്റൊരു മേഖലയില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നൊന്നും നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനോ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സിലോ നമ്മൾ ഉണ്ടാവില്ല. കാരണം എന്താ, നമ്മളൊക്കെ സെറ്റിൽ ആയി ഉണ്ടാവും. എത്രയോ ന്യൂ ഇയറും എത്രയോ വർഷങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതേപോലെ പുതിയ ആശയങ്ങളും പുതിയ ഐഡിയാസും വെച്ച് നമ്മൾ ജീവിച്ചു പോകുന്നതാണ്. പക്ഷെ ഇന്നും നമ്മൾ എന്ത് ചെയ്തില്ല, എവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒട്ടും മോശമല്ല, അതായത് ഒന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്ത് ചെയ്യുക, ജീവിക്കാനുള്ള മാർഗം ഇന്ന് എല്ലാ ആളുകൾക്കും ഉണ്ട്. ജീവിക്കാൻ എന്ത് ചെയ്യില്ല, ഇവിടെ ഒന്നിന്റെ ആവശ്യമില്ല. ഇപ്പൊ സാധാരണ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു BPL റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സുഭിക്ഷമായിട്ട് ജീവിക്കാം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ, നമ്മുടെ ജീവിതം അങ്ങനെ ജീവിച്ചു തീർക്കാനുള്ളതല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും വലുതാ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബിസിനസ് നമുക്ക് അതിനെ പറ്റിയുള്ള ഏറ്റവും വലിയ ഒരു പ്ലാറ്റ്ഫോമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ തന്നെ ഇന്ന് വളരെ വലിയ രീതിയിൽ ആളുകളെ, കോടീശ്വരന്മാരെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറി തന്നെയാണ് MI ലൈഫ് സ്റ്റൈൽ. അപ്പൊ ആ ഒരു ഫാക്ടറിയിലേക്കാണ് നമ്മളൊരു ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ വലിയൊരു കോടീശ്വരനായി മാറാനുള്ള ഏറ്റവും വലിയ ഒരു സാധ്യത ഈ ഒരു ബിസിനസിന്റെ ഈ ഒരു സമയത്ത് നമുക്കുണ്ട്. കാരണം അതിനുള്ള പ്രോഗ്രാംസും ട്രെയിനിങ്സും അതിനുള്ള എല്ലാ സപ്പോർട്ടും കമ്പനി ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ കീ ലീഡേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒക്കെ എന്ത് ചെയ്യാണ്, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളാണ് ഒന്ന് മാറാനുള്ളത്. നമ്മളൊന്ന് മാറിയാൽ തീർച്ചയായിട്ടും നമ്മളിൽ ചെറിയ ചേഞ്ച്, ചെറിയ ഈ അലുമിനിയുടെ പാത്രം പോലെ ചെറിയ തട്ടുമുട്ട്, ചെറിയ നെളുക്കം തീർത്താൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും, വലിയ രീതിയിലുള്ള ഒരു നല്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക്, ഒരുപാട് ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, അതുപോലെ തന്നെ ലൈഫിൽ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നിരവധി ആളുകൾക്ക് സഹായ ഹസ്തവുമായിട്ട് നമുക്ക് എത്താൻ പറ്റും. ആ ലെവലിലേക്ക് നമുക്ക് മാറാൻ പറ്റുന്ന വലിയ ഒരവസരം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ എല്ലാവർക്കും വലിയ രീതിയിലുള്ള ഒരു നേട്ടങ്ങൾ ഈ ഒരു ബിസിനസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ. ഇന്ന് തുടങ്ങി വെച്ചത്, നമ്മുടെ ജീവിതത്തിൽ തുടങ്ങി വെച്ച പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാണ്, ഈ ബിസിനസ്സിലൂടെ സാധിക്കട്ടെ. കാരണം ജീവിതം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, എങ്ങനെയോ ജീവിച്ചു തീർക്കുന്നതിനേക്കാൾ കൂടുതൽ ഡിസൈൻ ചെയ്ത് ജീവിച്ചു തീർക്കാൻ സാധിക്കുന്നത് ഈ ഒരു ബിസിനസ്സിലൂടെ മാത്രമാണ്. കാരണം നമുക്ക് പല ആളുകളും ജനിച്ചു, അത് എങ്ങനെയൊക്കെയോ ജീവിച്ച് മരിച്ചുപോയി എന്നുള്ള ഒരു രീതിയിൽ നിന്നും നമ്മുടെ ജീവിതം തീരുമ്പോഴേക്കും, അല്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് വിട പറയേണ്ട സമയം വരുമ്പോഴേക്കും നമുക്ക് ഏത് പൊസിഷനിൽ എത്തണം, എന്ത് നമ്മൾ ഇവിടെ ബാക്കി വെക്കണം, നമ്മൾ അടുത്ത തലമുറയ്ക്ക് എന്ത് കൈമാറണം എന്നുള്ളതൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു അവസരത്തിലാണെന്ന് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ജീവിതത്തിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു അവസരത്തിലൂടെ സാധിക്കട്ടെ. അത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഇനി നാളെ ഇതിലും നല്ല ഒരു ടോപ്പിക്കുമായി എന്ത് ചെയ്യാണ്, അടുത്ത ഒരു പവർഫുൾ ലീഡർ നമുക്ക് നാളെ വരാനുണ്ട്. ഈ ഒരു പ്രോഗ്രാം എല്ലാവരും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രോഗ്രാംസും GTSഉം അതുപോലെ തന്നെ നമ്മുടെ BOPകളും അതുപോലെ ടീം ബേസിൽ വയ്ക്കുന്ന എല്ലാ പ്രോഗ്രാംസുകളും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വരാനിരിക്കുന്ന വലിയ ഇവന്റുകളൊക്കെ തന്നെ നമ്മൾ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക. മാക്സിമം നമുക്ക് പുതിയ ആളുകളിലേക്ക് ഈ ഒരു ബിസിനസ് എത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതിന് ഇന്നത്തെ ഒരു പ്രഭാതം നമുക്ക് എന്ത് ചെയ്യാണ്, നമുക്ക് അതിനുള്ള എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞ നമ്മളുടെ ദൈവം അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ഒരു പ്രഭാതമായി ഇന്നത്തെ ഒരു ദിവസം മാറട്ടെ. എല്ലാവർക്കും വലിയ രീതിയിലുള്ള ബിസിനസ് ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാനും നിരവധി ആളുകളിലേക്ക് ഈ ഒരു ബിസിനസ് എത്തിക്കാനും സാധിക്കുന്ന ഒരു ദിവസമായി ഇന്ന് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോ എല്ലാവർക്കും വലിയ രീതിയിലുള്ള സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും വിജയാശംസകൾ നേടുന്നു. സാറേ, പ്രോഗ്രാം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സാർ.